മെർസിഡീസ് ഓർ BMW ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്ന 5 പ്രധാന ഘടകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ റിലയബിലിറ്റി ഫാക്ടർ നോക്കാന്നുണ്ടെങ്കിൽ BMW കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്, ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ ഒരു BMW നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. എന്നാൽ മെർസിഡീസ് ഡിസൈൻ ചെയ്തേക്കുന്ന ഇതിന്റെ കംഫർട്ടും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിക്കും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BMW കുറച്ചും കൂടി ഡ്രൈവർ സെൻട്രിക് ഡൈനാമിക് ആണ് കൊടുത്തേക്കുന്നത്. അതായത് കുറച്ചുകൂടി നല്ല സ്റ്റിയറിംഗും അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് വരിക. എന്നാൽ നമ്മൾ മെർസിഡീസിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് ഫോക്കസ് ചെയ്തേക്കുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സെറ്റപ്പ് ആണ്. ഒരു സോഫ്റ്റ് റൈഡ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക. മാത്രമല്ല ഹൈവേ ക്രൂസ് ചെയ്യാനാണെങ്കിലും മെർസിഡീസിന്റെ വാഹനങ്ങളാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതിന്റെ രണ്ടിന്റെയും എഞ്ചിൻ ലൈഫിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 lakh കിലോമീറ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റനൻസ് വരുന്ന എഞ്ചിനുകളാണ് BMW കാണാറ്. കാരണം ഈ എഞ്ചിനുകളുടെ വേറെയും ടയേഴ്സ് കുറച്ച് അധികമാണ്. എന്നാൽ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മെർസിഡീസ് വാഹനങ്ങളാണെങ്കിൽ വളരെ ദീർഘകാലം ലൈഫ് ഉള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഡ്രൈവിംഗ് പ്ലഷറും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് BMW വാഹനങ്ങളാണ്. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി ഫാമിലി കംഫർട്ടും അതുപോലെ തന്നെ ഒരു ലോങ് റണ്ണിലേക്ക് യൂസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർസിഡീസ് വാഹനങ്ങളാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് അതാണെന്നുള്ളത് ജസ്റ്റ് അടിയിലൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.